നമ്മളിപ്പോൾ കാണാൻ വന്നതൊരു എന്താണ് പറയുക പൂക്കളുടെ ഒരു വലിയ പാടത്തേക്കാണ്. അത് ഇവിടെ ഒന്നുമല്ല, ഓണത്തിന് കേരളത്തിലേക്ക് പൂക്കൾ എത്തിക്കാൻ തമിഴ്നാട് ശീലയംപെട്ടിയിലെ പൂപ്പാടങ്ങൾ ഒരുങ്ങി നിൽക്കുകയാണ്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ ഉൾപ്പെടുന്ന ശീലയംപെട്ടി ഗ്രാമത്തിലാണ് പൂക്കൾ ഓണം ലക്ഷ്യമാക്കി വൻതോതിൽ കൃഷി ചെയ്തിരിക്കുന്നത്. എന്നാൽ മുൻ വർഷത്തേക്കാൾ ഇത്തവണ ആവശ്യക്കാർ കുറവാണെന്ന് കർഷകരും വ്യാപാരികളും പറയുന്നുണ്ട്. പൂക്കൾക്ക് വിലയും കുറഞ്ഞു നിൽക്കുകയാണ്. ജമന്തി, വാടാമുല്ല, അരളി എന്നിവയാണ് പൂക്കളിലെ പ്രധാനികൾ. അനുകൂലമായ കാലാവസ്ഥയും മികച്ച വിളവും ലഭിച്ച സന്തോഷത്തിലാണ് കർഷകർ. ഓണത്തിനോടനുബന്ധിച്ചുള്ള 5 ദിവസങ്ങളിൽ ഇവർക്ക് വർഷത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വ്യാപാരവും ലഭിക്കും. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വിചാരിച്ച പോലെയല്ല. പൂക്കൾക്ക് മുൻവർഷത്തേക്കാൾ 3-1 മാത്രമാണ് വിലയെങ്കിലും ആവശ്യക്കാർ വളരെ കുറവാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം കേരളത്തിൽ നിന്നുള്ള ആവശ്യക്കാർ കുറഞ്ഞത് എന്നാണ് വ്യാപാരികൾ പറയുന്നത്. பூ ரேட்டெல்லாம் இந்த வட்டம்லாம் விலை கம்மி தான் ரேட்டு. ஓனம் இந்த வட்டம் வயநாட்டில் பிரச்சனை இருந்ததுனால கம்மி இருக்குது. எல்லா ரேட்டும் டல்லாத்தே இருக்கு, வியாபாரம் டல்லாத்தே இருக்கு, விலையும் கம்மியாத்தையும் போய்கிட்டு இருக்கு. லாஸ்ட் இயர் இப்ப இந்த செண்டுப்பூ 60 ரூபா 70 ரூபா போச்சு. இந்த வட்டம் 30 ரூபா 20 ரூபா 10 രൂപ அந்த റേഞ്ചിൽ தான் പോയിക്കിട്ട് ഇருக்கு. മാർക്കറ്റിൽ ഇപ്പോഴും താരമായിരിക്കുന്നത് മുല്ലയാണ്. കുടമുല്ലപ്പൂവിന് ഉൽപാദനം കുറവായതിനാൽ വില കൂടുതലാണ്. 450 രൂപ ഇപ്പോൾ വിലയുണ്ട്. ഓണം അടുക്കുമ്പോൾ വില 3 ഇരട്ടി വരെ കൂടും. ജമന്തി 15 രൂപ, അരളി 150 രൂപ, റോസാപ്പൂ 40 രൂപ എന്നിങ്ങനെയാണ് 1 കിലോയ്ക്ക് നിരക്ക് വരുന്നത്. ஓணத்துக்கு போன வருஷம் இந்த ஓணம் போன வருஷம் 70-80 வித்தாச்சு. இந்த வட்டம் வயநாடு அழிஞ்சதுனால அரசு ஓணம் கொண்டாடணும்னு சொன்னதுனால கச்சவடம் இல்ல, சம்சாரிகளுக்கு ஏகப்பட்ட பாதிப்பு. കേരളത്തെ ആശ്രയിച്ചാണ് തമിഴ്നാട്ടിലെ 80% പൂക്കൃഷിയും നടക്കുന്നത്. തിരുവോണ നാളുകളിലേക്ക് എത്തുമ്പോഴേക്കും ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നാണ് കർഷകരുടെയും വ്യാപാരികളുടെയും പ്രതീക്ഷ. തേനിയിൽ നിന്ന് മുഹമ്മദ് ഏലപ്പാറയ്ക്കും പ്രകാശിനുമൊപ്പം രാഹുൽ വിജയൻ, 24.